അവനെ പിന്നീട് മഹാഭാരതനും വിരൂപാക്ഷനും നവോദയനും രാവണനും എല്ലാവരും ചേർന്ന് വാനരപ്പടയെ ചിന്ന ഭിന്നമാണ്. അതേസമയം വാനരന്മാരുടെ പട്ടണമേറ്റ് രാഷ്ട്രപ്പടയെ ചിന്ന ഭിന്നമാണ്. പോലെ രണ്ട് കാര്യങ്ങൾക്കും കനത്ത നാശം സംഭവിച്ചു. വിരൂപാക്ഷനെ സുഗ്രീവൻ വധിച്ചു. മഹോദരങ്ങളുടെ അതിശക്തനായ രാക്ഷസൻ സുഗ്രീവനാണ്. അവിടെ നേടിക്കൊണ്ട് മഹാവംശം വധിക്കപ്പെട്ടു. അതിബുദ്ധനായ രാവണൻ എന്ന മഹാഘോരമായ അമ്മയുടെ വാനരന്മാരെ എല്ലാം നയിച്ചു. അവരെമ്പാടും വീണുപോയി. അവർ തോറ്റോടിയപ്പോൾ ഭൂമിയിലെമ്പാടും പൊടിപടലങ്ങൾ. ബ്രഹ്മാവിനെ പോയിട്ട് അവസ്ഥകളെ സഹിക്കാൻ ആർക്കും കഴിയില്ല. രാവണന്റെ ഉത്തമശരത്തിന്റെ വീര്യത്താൽ ആ അനേക സൈന്യങ്ങൾ നൂറായി തകർന്നത് കണ്ടിട്ട് രാഘവൻ അവിടെ ഇടത്തു തന്നെ. രാവണൻ ഒരുപാട് ജിജ്ഞാസകൾ ശ്രീരാമലക്ഷ്മണന്മാർക്ക് നേരെ കൊടുത്തു. പക്ഷേ അവയെല്ലാം ശ്രീരാമലക്ഷ്മണന്മാർ കേട്ടു. ഇത് കണ്ട് രാവണന് ബോധമുണ്ടായി. യുദ്ധത്തിൽ രാവണന്റെ ലക്ഷ്മണൻ ബോധമില്ലെന്നായി നിലത്തു. ഉടൻ തന്നെ സുക്ഷേമൻ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോയി മഹോദയ വനത്തിൽ മുമ്പ് ജാമ്പവാൻ പറഞ്ഞതുപോലെയുള്ള ഔഷധി കൊണ്ടുവരും. ഉടൻ തന്നെ ഹനുമാൻ സ്വാമി യാത്രയായി. ഔഷധികളിൽ ലഭിച്ചതുകൊണ്ട് ഔഷധ ശിഖരത്തിൽ തന്നെ കൊണ്ടുവന്നു. ഔഷധങ്ങൾ ലക്ഷ്മണൻ കൊടുക്കുകയും ലക്ഷ്മണൻ ഉന്മേഷവാനായി ഉണർന്നിരിച്ചു. ഉന്മേഷം വീണ്ടെടുത്ത ലക്ഷ്മണൻ ആലിംഗനം ചെയ്ത് രാഘവൻ പറഞ്ഞു, ദൈവാനുഗ്രഹത്താൽ അവൻ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ. ജീവിതം കൊണ്ടോ സീതയെ കൊണ്ടോ ജയം കൊണ്ടോ എനിക്കൊരു കാര്യമില്ല. കാര്യമെങ്കിൽ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് കാര്യം? മഹാത്മാവായ ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞ നേരത്ത് തകർച്ചുകൊണ്ടിരുന്ന ലക്ഷ്മണൻ സ്ഥിരപ്പെടുത്തി പറഞ്ഞു, പ്രതിജ്ഞ ചെയ്തിട്ട് സത്യപരാക്രമ നിർവികാരനായ ഒരു സാധാരണക്കാരനെ പോലെ ഇങ്ങനെ പറയുന്നത്. സത്യത്തിന്റെ ലക്ഷ്മണൻ പ്രതിജ്ഞാബദ്ധനാണല്ലോ. എന്നെ ചൊല്ലി അങ്ങനെ നൈരാശ്യം കാണിക്കരുത്. രാവണാശം ചെയ്യുമെന്ന പ്രതിജ്ഞ ഇന്ന് കാണിക്കുക. രാവണൻ രഥത്തിൽ നിന്നുകൊണ്ടും ശ്രീരാമൻ താഴെ നിന്നുകൊണ്ടും യുദ്ധം ചെയ്യുന്ന കണ്ട ദേവേന്ദ്രൻ ദേവരഥം മാതൃയോടുകൂടി യുദ്ധക്കളത്തിലേക്ക് അയച്ചു. ദേവസാമതിയായ മാതി ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ സഹസ്രാക്ഷൻ, അങ്ങയുടെ വിജയത്തിനായി അങ്ങേക്ക് തന്നയച്ചിരിക്കുകയാണ്. ഇതിൽ കയറി ഇനി യുദ്ധം ചെയ്താൽ മഹത്തായ ഐന്ദ്രജാലവും അഗ്നിസന്നിധമായ കവചവും ആദിത്യപ്രമാണമായ ശരവും ഇറങ്ങുന്ന ശിവശക്തിയും അങ്ങേക്ക് തന്നയച്ചിരിക്കുന്നു. പേടിച്ചാലും ഇത് കേട്ട് രഥത്തെ പ്രശ്നം വെച്ച് ശ്രീരാമൻ രഥത്തിൽ ആരോപണം ചെയ്തു. അതിഘോരമായ യുദ്ധത്തിൽ രാവണന് ക്ഷീണമാണ്, പ്രതിരോധിക്കാനാകാതെ. ഈ സമയം രാവണന്റെ കാലത്തിൽ രഥം യുദ്ധക്കളത്തിൽ നിന്ന് ഓടിച്ചു മാറ്റി. ഇത് കണ്ട് ക്രുദ്ധനായ രാവണൻ, വീരഘട്ടം അശക്തൻ എന്നെല്ലാം ലോകവിലയിരുത്തി നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? എന്നെ തിരിച്ച് യുദ്ധക്കളത്തിലേക്ക് തന്നെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. അപ്പോൾ തളർത്തു പറഞ്ഞു, കൊടും പൊടിച്ചിട്ട് അങ്ങനെ ക്ഷീണം ഉണ്ടായി കഴിഞ്ഞിരുന്നു. വീരപ്രകടനത്തിൽ ഉത്സാഹം കുറഞ്ഞു, മുന്നേറ്റമില്ലാതായി. തേർക്കുതിരകൾ തേർ വലിച്ച് തളർന്നുപോയിരുന്നു. ചൂട് മൂലം ആ വീരൻ മഴയത്ത് ചൂടുന്ന പശുക്കളെ പോലെ തളർന്നു കഴിഞ്ഞിരുന്നു. അവിടെ കാണുന്ന കൂട്ടങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായി. പ്രത്യക്ഷമായ ഓരോന്നും നമുക്ക് എതിരായിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സൂര്യന്റെ ചുമതല അവന്റെ സ്വാമിയെ രക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് രഥം ഞാൻ തിരിച്ചു കൊടുത്തത്. ഇനി അന്ന് പറയുന്നത് എന്തോ അത് ഞാൻ ചെയ്തുകൊള്ളാം. പറയൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത് കേട്ട രാവണൻ സന്തുഷ്ടനായി. രാവണൻ അവന് ഒരു ഹാരം സമർപ്പിച്ചിട്ട് നേരെ ശ്രീരാമന്റെ മുന്നിലേക്ക് രഥം കൊണ്ടുപോകാനായി പറഞ്ഞു. ഈ സമയം ദേവലോകത്തിൽ നിന്നും അഗസ്ത്യമുനി അവിടെ പ്രത്യക്ഷപ്പെടുകയും ശ്രീരാമചന്ദ്രസ്വാമിക്ക് സർവ്വവിദ്യവും നൽകുന്ന ആദിത്യഹൃദയം എന്ന മന്ത്രം സർവ്വശത്രുവിനാശനമായ പുണ്യകോശം സ്വാമി പറഞ്ഞു. അത് അക്ഷരവും പരമവും ശിവവും ജയപ്രദവുമാണ്. ഇത് ജപിക്കുക, നിങ്ങൾക്ക് സർവ്വവിജയവും ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞ്
ശ്രീരാമചന്ദ്രസ്വാമിയെ അഗസ്ത്യൻ ഉപദേശിച്ചു. മഹാബാഹു, ഈ ക്ഷണം തന്നെ രാമനെ ജയിക്കുന്നതാണ്. ഇപ്രകാരം വിളിച്ചിട്ട് അഗസ്ത്യൻ പോവുകയും ചെയ്തു. ഇത് കേട്ട് തേജസ്വിയായ ശ്രീരാമൻ കൂടുതൽ ഉന്മേഷമുണ്ടായി. സുപ്രീതനായി ഇന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് മന്ത്രം ധ്യാനിച്ച് പ്രവാനായ ആക്രമം മൂന്ന് ആചരണം ചെയ്ത് ശുദ്ധനായി ആദിത്യനെ നോക്കിക്കൊണ്ട് കൈകൂപ്പി ആദിത്യനെ വിളിച്ചു. ഉത്സാഹത്തോടെ രാവണനെ നോക്കിക്കൊണ്ട് അവനെ വധിക്കുവാനായി സമസ്ത യജ്ഞവും ചെയ്യാൻ തീരുമാനിച്ച് മുന്നോട്ട് നീങ്ങി. പിന്നീട് നടന്ന അതിഘോരമായ യുദ്ധത്തിൽ അവസാനം ശ്രീരാമചന്ദ്രസ്വാമി വൈദാമാസ്ത്രം, അതായത് ബ്രഹ്മാസ്ത്രം എടുത്ത് കാർമുകത്തിൽ സന്ധാനം ചെയ്ത് വാസുതരം കുലുങ്ങുവാണ് സമുദ്രനാണ് കാർമുകം ആഞ്ഞു വലിച്ചു. ആഗോള ആർദ്രത്തോടെ മർമ്മം വിളക്കുന്ന ആ ശരം രാവണനെ ക്ഷണിച്ചു. ഉത്തമഗുണത്തെ മഹാബലവാനായ ശ്രീരാമൻ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് വേദപ്രവൃത്തി അനുസരിച്ചാണ് പുറത്തുവിട്ടത്. ആ ശരം രാവണന്റെ നെഞ്ചിൽ തറച്ചു. ആ ശരം ദുരാത്മാവായ രാവണന്റെ ഹൃദയത്തിൽ രുചിരം കൊണ്ട് കാന്തികമായ ആ ശരം രാവണനെ നിർണയിച്ചിട്ട് കൃത്യം പൂർണ്ണമാക്കി നിർവഹിച്ച് കിങ്കരനെ പോലെ തിരിച്ചു വന്ന് ശ്രീരാമചന്ദ്രന്റെ ഭാവനായി പ്രവേശിച്ചു. രാവണന്റെ പ്രാണൻ പോകുന്നതോടുകൂടി കയ്യിൽ നിന്ന് വില്ലും പതിഞ്ഞ് താഴെ തേജസ്വിയുമായ രാക്ഷസേന്ദ്രൻ പ്രാണൻ പോയവനായി രഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വച്ചു. അദ്ദേഹം നിഹതനായി കണ്ടിട്ട് ചാകാതെ ശേഷിച്ചിരുന്ന രാക്ഷസന്മാരെല്ലാവരും പേടിച്ചറിഞ്ഞ് നാനാദിക്കുകളിലേക്ക് ഓടി. അപ്പോൾ അന്തരീക്ഷത്തിൽ സൗമ്യമായി ദേവന്മാരുടെ പെരുമഴയുണ്ട്. ദിവ്യഗന്ധം സുഖപ്രദമായി കാഞ്ചിച്ചു. രാജനെ വാഴ്ത്തുന്ന സ്തോത്രങ്ങൾ ഗഗനത്തിൽ നിന്ന് കേൾക്കാൻ എന്നാൽ നന്നായി ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, മരണത്തോടൊപ്പം അവസാനിക്കും. നമ്മുടെ ലക്ഷ്യം നിറവേറുന്നത് ഇദ്ദേഹത്തിന്റെ സംസ്കാര കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കുക. അതാണ് ഇദ്ദേഹം പ്രകാരമാണ്, അപ്രകാരം തന്നെയാണ് ഇദ്ദേഹം. ഉടൻ തന്നെ ചന്ദനമുട്ടികൾ അടുക്കി രാമക്ഷം പത്മകം ചന്ദനം മാതോലിച്ച് വിധിപ്രകാരം പട്ടയെടുത്തു. രാക്ഷസേന്ദ്രന്റെ ഹൃദയ സംസ്കാരം ഇവിടെ കൊണ്ട് നടത്തി. വിഭീഷണൻ വിധി പോലെ ചിതയ്ക്ക് തീ കൊളുത്തി. കുളിച്ച് ഈറൻ വസ്ത്രത്തോടെ ലോകകം പോലെ വഹിച്ചു. അതിനുശേഷം രാക്ഷസേന്ദ്രനായ വിഭീഷണൻ ശ്രീരാമന്റെ അടുത്തേക്ക് നീതനായി. ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു, ഈ വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യാം. അതാണ് എന്റെ ആഗ്രഹം. ഉടൻ തന്നെ സ്വർണം കൊണ്ടുള്ള ഒരു കുടം കൊണ്ടുവന്ന് അതിൽ സമുദ്രജലം കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. വിഭീഷണനെ സിംഹാസനത്തിൽ സമുദ്രജലം കൊണ്ട് അഭിഷേകം ചെയ്തു. വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വിഭീഷണനെ അഭിഷേകം. ഹനുമാൻ സ്വാമി സീതാദേവിയെ രാമവിജയം അറിയിച്ചു. സീതാദേവിയുടെ അടുത്തുള്ള രാക്ഷസികളെ കണ്ട് ദേഷ്യമുള്ള ഹനുമാൻ സ്വാമി അവനെ കൊണ്ടുകളയാമെന്ന് പറഞ്ഞ് പ്രഹരിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ സീതാദേവി അത് അറിഞ്ഞുകൊണ്ട് ഒരു കരയുടെ ആഞ്ജനേയ സ്വാമിക്ക് കാണിച്ചു. പണ്ട് ഒരു വ്യാജൻ കുഴിയാൽ തുറക്കപ്പെട്ട് മലത്തിൽ കയറി. മലത്തിൽ ഒരു കരടി ഉണ്ടായിരുന്നു. മനുഷ്യനെ തള്ളിയിടാൻ കരടിയോട് പറഞ്ഞു. കരടി അത് ചെയ്തില്ല. താങ്ങിയിടത്തേക്ക് ഓടിക്കയറി തന്നെ ആശ്രയിച്ചറിയുന്നതിനാൽ കരടി അവിടെ കിടന്നു. കരടിയെ തള്ളി താഴെയിട്ടാൽ മനുഷ്യനെ രക്ഷിക്കാമെന്ന് പുലി മനുഷ്യനോട് പറഞ്ഞു. മനുഷ്യൻ കരടിയെ തള്ളി. എങ്കിലും കൊമ്പിലുള്ള പിടിയിടാതെ കരടി രക്ഷപ്പെട്ടു. പുലി വീണ്ടും കരടിയോട് പറഞ്ഞു, വഞ്ചകനെ തള്ളിയില്ല. അപ്പോഴാണ് കരടി ശ്ലോകം ചൊല്ലിയത്.
രാമം പാപകർമ്മണ ഉർവദാമപി പാപാനി നൈകകായം ശോഭനം പാപികളോടായാലും നല്ലവരോടായാലും ഒരാഴ്ചയോടായാലും ശ്രേഷ്ഠന്മാർ കാരുണ്യം കാണണം. കുറ്റം ചെയ്യാത്ത ആളില്ല. ലോകഹിംസയിൽ നിലനിൽക്കുന്നവരും ക്രൂരമായ പാപങ്ങൾ ചെയ്യുന്നവരും പാപിഷ്ഠമായുള്ളവരും അശോഭനമായ പ്രവൃത്തി ചെയ്യുന്നു. ഹനുമാൻ സ്വാമി സീതാദേവിയോട് പറഞ്ഞു, ആത്മാവായ ശ്രീരാമന് ചേർന്ന ധർമ്മഭക്തികൾ അത് കേട്ട ജനകാത്മകനായ കൈകേയി പറഞ്ഞു, ഞാൻ ഭക്തവത്സലനായ ഭർത്താവിനെ കാണാൻ ഇച്ഛിക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറയുക. ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര സ്വാമിയെ വിവരമറിയിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, മുങ്ങിക്കുളിച്ച് മികച്ച കുറിക്കൂട്ടുകളും ആഭരണങ്ങളും ഒഴിഞ്ഞ് സീതാദേവിയെ എന്റെ മുന്നിലേക്ക് അനയിച്ചായിരുന്നു. ശ്രീരാമൻ ഇന്നലെ പറഞ്ഞപ്പോൾ വിഭീഷണൻ അന്തഃപുരത്തിലേക്ക് പോയി തന്റെ സ്ത്രീകളെ കൂട്ടിച്ചെന്ന് സീതാദേവിയെ അറിയിച്ചു. താൻ മുങ്ങിക്കുളിച്ച് പരിചരണത്തിന് എത്തിയവരുടെ സഹായത്തോടെ ശ്രേഷ്ഠമായ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും അണിയിച്ച് ദേവിയെ ശോഭിക്കുന്ന പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് രചയിതമായ പല്ലക്കിലേറ്റി രാക്ഷസന്മാരുടെ അകമ്പടിയോടെ വിഭീഷണൻ രാമസന്നിധിയിലേക്ക് അനയിച്ചു. പിന്നീട് ലോകജനതയ്ക്ക് സീതാദേവിയുടെ പരിശുദ്ധി തെളിയിച്ചു കൊടുക്കുവാനായി ശ്രീരാമചന്ദ്രസ്വാമി സീതാദേവിയോട് അഗ്നിപ്രവേശനം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ധർമ്മപത്നിയായ സീതാദേവി തന്റെ ചാരിത്രം തെളിയിക്കുവാനായി അഗ്നിപ്രവേശനം ചെയ്യുകയും ഒരു പോറൽ പോലും ഏൽക്കാതെ അഗ്നിഭഗവാൻ സീതാദേവിയുടെ പരിശുദ്ധിയെ കുറിച്ച് വാനോളം പുകഴ്ത്തിക്കൊണ്ട് അഗ്നിയിൽ നിന്ന് സീതാദേവിയെ ശ്രീരാമസമീപത്ത് സീതാദേവിയുടെ പരിശുദ്ധി തെളിയിക്കപ്പെട്ടു. ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, സംശയമില്ല, 3 ലോകങ്ങളിലും പരിപാലനയാണ് സീത. രാവണന്റെ ദീർഘകാലം കഴിയേണ്ടി വന്നു. രാമൻ ബാലീശനും കാമാത്മാവുമാണെന്ന് ലോകം ഇതിനെപ്പറ്റി പറയും. ജാനകിയെ പരിശുദ്ധയാണെന്ന് തെളിയിക്കാതെ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് നന്നായി അറിയാം സീതാദേവി ഹൃദയാണ്. ജനകാത്മജയായ മോചി എന്റെ ചിത്തത്തെ കാക്കുന്നവളാണ്. ഇപ്പൊ തേജസ്സുകൊണ്ട് സ്വയം രക്ഷിക്കാൻ കഴിയുന്ന ഈ വിശാലാക്ഷിയെ രാവണൻ അതിക്രമിക്കാൻ ശക്തനാകില്ല എന്നില്ല. സത്യപരാക്രമനായ ലോകത്രയങ്ങളുടെ വിശ്വാസം കുറയ്ക്കാൻ വേണ്ടിയാണ് സീതാദേവിയെ അഗ്നിപ്രവേശനത്തിന് പറഞ്ഞത്. ആത്മജായ മൈഥിലി 3 ലോകത്തിലും വിശുദ്ധയാണ്. സത്പുരുഷനെ കീർത്തിയെന്ന പോലെ എനിക്ക് ഇവളെ വേർതിരിയാൻ ദയവായി ഇങ്ങനെ പറഞ്ഞ് ആ മഹായശസ്വിയായ ശ്രീരാമൻ പ്രിയതമയോട് ചേർന്ന് സുഖപൂർണ്ണനായി കഴിച്ചു. അന്നരാത്രി അവരെല്ലാം ലങ്കയിൽ സുഖമായി ഉറങ്ങി. പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി വിഭീഷണനോട് പറഞ്ഞു, നീ എനിക്ക് ഉടനെ തന്നെ അയോധ്യാപുരിയിൽ പോകണം. ഭരതനെ കൂടാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ ഇനി സാധ്യമല്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ വിഭീഷണൻ പറഞ്ഞു, എന്റെ സൽക്കാരം നിങ്ങളെല്ലാം ഏറ്റുവാങ്ങുക. എല്ലാവരെയും സൽക്കരിക്കാൻ എന്റെ മനസ്സ് വെമ്പുന്നു. എന്റെ സൽക്കാരം എല്ലാവരും സ്വീകരിച്ച ശേഷം ഉടൻ തന്നെ പുഷ്പവിമാനം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അതിൽ കയറി നമുക്ക് അയോധ്യയിലേക്ക് പോകാം. വിഭീഷണൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാ വാനരന്മാർക്കും രത്നങ്ങളും പലവിധം ധനവും വാനരന്മാരെല്ലാം ആദരിക്കുന്നത് കണ്ടുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി പുഷ്പവിമാനത്തിൽ കയറി. തൊട്ടടുത്ത് സീതാദേവിയെയും ലക്ഷ്മണൻ വീട്ടിക്കൊണ്ട് അകമ്പടിയായി വിമാനത്തിൽ എന്റെ പിതാവിന്റെ രാജധാനിയായ അയോധ്യയിലേക്ക് ഞാൻ പോവുകയാണ്. എനിക്ക് ഭവാനിയോട് വിട തന്നാലും എന്ന് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും അയോധ്യയിലേക്ക് പോകാൻ കൊള്ളാമെന്നുണ്ട്, ഞങ്ങളെ കൂടി കൊണ്ടുപോയാൽ എല്ലാവരും കൂടി പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി അങ്ങനെ തന്നെയാകട്ടെ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പുഷ്പവിമാനം ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്ക് 14 വർഷം തികഞ്ഞ് പഞ്ചമി തിഥിയായപ്പോൾ ലക്ഷ്മണാഗ്രജൻ ഭരദ്വാജാശ്രമത്തിലേക്ക് മുനിയെ വന്ദിച്ചു. മുനിയുടെ സൽക്കാരം സ്വീകരിച്ച് ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാൻ സ്വാമിയെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയ സുഹൃത്തായ ബുധനോട് ഞാൻ വരുന്ന വിവരം അറിയിക്കുക. ഉടൻ തന്നെ ഭരതനെ പോയി കാണുക. ഞാൻ രാവണനെ കൊണ്ട് തിരിച്ചു വരുന്ന വിവരം ഭരതനെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഹനുമാൻ സ്വാമി
പെട്ടെന്ന് തന്നെ പുറപ്പെട്ട് ഗുഹയെ കണ്ട് താരം ലഭിച്ചു. അതിനുശേഷം മാരുതാത്മജൻ ഭരതനെ കണ്ട് ഇപ്രകാരം പറഞ്ഞു: സീതജടാകനും ദണ്ഡകാരണത്തിൽ വസിക്കുന്നവനുമായ ആരെ കുറിച്ചാണോ ദുഃഖിക്കുന്നത് ആ ശ്രീരാമൻ ഭഗവാനോട് കുശലം ചോദിച്ചു. ഭഗവാന് പ്രിയമായിട്ട് ഞാൻ പറയും, ദേവാ ഈ കഠിനമായ ശ്ലോകം കൈവിടുക. ഉടൻ തന്നെ ഭഗവാൻ ശ്രീരാമനോട് കൂടിച്ചേർന്നു. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച് കൈകളിലെ വീണ്ടെടുത്ത് ലക്ഷ്യം നേടിയവനായി ഭാവലാന്മാരായ മിത്രങ്ങളോട് കൂടി എത്തിച്ചേർന്നു. തേജസ്വിയായ ലക്ഷ്മണൻ കൂടിയ ശശീദേവിയെ പോലെ യശസ്വിനിയായ ശ്രീരാമനോട് ചേർന്ന സീതയെ ഉടൻ തന്നെ എത്തിച്ചേർന്നു. ഇപ്പോൾ കൈകേയിസുതനായ ഭരതൻ ആനന്ദത്താൽ ബോധം പറഞ്ഞ് നിരത്തുകയും ഉടൻ തന്നെ ബോധം കഴിഞ്ഞ് എഴുന്നേറ്റ് സംഭ്രമപൂർവ്വം ഹനുമാൻ സ്വാമിയെ ആനന്ദനം ചെയ്തു. വിവരങ്ങൾ അറിയിച്ച് ഹനുമാൻ സ്വാമി തിരിച്ചു. ശ്രീരാമചന്ദ്രസ്വാമി പുഷ്പവിമാനത്തെ ഭരതന്റെ അടുത്തു. ഭരതൻ ശ്രീരാമനെ സമീപിച്ച് ആനന്ദപൂർവ്വം അഭിവാദനം ചെയ്തു. ഭരതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിമാനത്തിലേക്ക് ശ്രീരാമചന്ദ്രസ്വാമി കയറ്റിയിരുത്തി. സന്തോഷ ഒഴിച്ചുകൊണ്ട് ഭരതൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു: എന്റെ അമ്മയെ ആദരിച്ചുകൊണ്ട് ഭഗവാൻ എന്നെ എനിക്ക് തന്ന രാജ്യം ഞാനിതാ അങ്ങേക്കായി തിരിച്ചു തരുന്നു. രാഘവ, അങ്ങ് അഭിഷിക്തനാണ് മധ്യാഹ്നത്തിൽ ജ്വലിക്കുന്ന സൂര്യനെ പോലെ പ്രതാപിയായിരിക്കുന്നത് അന്മാരാകട്ടെ. താമസിയാതെ എല്ലാവരും അനുഭവിച്ചു. ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകത്തിനായുള്ള ഒരുക്കങ്ങൾ ഉടനെ ആരംഭിച്ചു. രത്നകുടുക്കത്തിൽ സമുദ്രജലം കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അഭിഷേക കർമ്മങ്ങൾ ആരംഭിച്ചു. വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി, കശ്യപൻ, കാത്യായൻ, ഗൗതമൻ, വിജയൻ എല്ലാ മഹർഷിമാരും ഒത്തുകൂടി ഋത്തുക്കളെ കൊണ്ട് ആദ്യം ബ്രാഹ്മണർ, പിന്നെ കന്യകമാർ, മന്ത്രിമാർ, ഭടന്മാർ എന്നിവരെ കൊണ്ട് അഭിഷേകം ചെയ്തു. അവിടെ എത്തിയിരുന്ന എല്ലാ ദേവന്മാരും ആഘോഷ ദിവസങ്ങൾ കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി അഭിഷേകം ചെയ്തു. പണ്ട് ബ്രഹ്മാവ് നിർമ്മിച്ച രത്നശോഭിതവും വൈവസ്വതമുനിയെ അണിയിച്ചതും അഭിഷേകിച്ചതും ആ വംശത്തിൽ കിടന്ന രാജാക്കന്മാരെ അണിയിച്ചു പോകുന്നതുമായ കിരീടമുണ്ട്. വർണ്ണനിർമ്മിതവും ഐശ്വര്യത്താൽ ശോഭിതവും നാനാ രത്നങ്ങൾ പതിച്ച് അന്തിമത്താക്കിയതുമായ സഭാശാലയിലെ രത്നമയമായ കിരീടത്തെ രാഘവനേറ്റി ആത്മാവായ വസിഷ്ഠൻ ഋത്വിക്കുകളോട് കൂടി ചേർന്ന് ആ കിരീടവും ആഭരണങ്ങളും ഭഗവാനെ ലഭിച്ചു. ശത്രുഘ്നൻ കൊറ്റക്കുട പിടിച്ചു. പെൺചാമരം ബാലവേശ്വരനായ സുഗ്രീവൻ പിടിച്ചു. ചന്ദ്രതുല്യമായ മറ്റൊരു പെൺചാമരം രാക്ഷസേന്ദ്രനായ വിഭീഷണൻ പിടിച്ചു. 100 സ്വർണ്ണ താമരകൾ കോർത്ത് ജ്വലിക്കുന്ന മാല ഇന്ദ്രൻ കൊടുത്തയച്ചത് വായുഭഗവാൻ ശ്രീരാമൻ നൽകി. സമസ്ത രത്നങ്ങൾ കൊടുത്തതും തിളങ്ങുന്ന മധ്യമയോട് കൂടിയതുമായ ഒരു ഹാരം ശുക്രൻ കൊടുത്തയച്ചത് വായുഭഗവാൻ ശ്രീരാമസ്വാമിക്ക് നൽകി. ശ്രീരാമന്റെ അഭിഷേക മഹോത്സവത്തിന്റെ സസ്യസമ്പുഷ്ടയായി, പാരവങ്ങൾ പൂർണ്ണങ്ങളായി, പൂക്കൾ ഗന്ധപൂരിതമായി, ലക്ഷം കുതിരകളെയും അത്ര തന്നെ ധനുക്കളെയും 100 ഋഷഭങ്ങളോടൊപ്പം നരശ്രേഷ്ഠൻ ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകി. 30 കോടി സ്വർണ്ണനാണയങ്ങളും നാനാവിധത്തിലുള്ള ആഭരണങ്ങളും വിലപ്പെട്ട വസ്ത്രങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകം അതിഗംഭീരമായി എല്ലാം സന്തോഷം കൊടുത്തുകൊണ്ട് മംഗളമായി. ഈ രാമമാസത്യം കുട്ടികൾക്കായി പ്രഭാഷണ പരമ്പര ഒരുക്കിയ തെക്കേക്കാട്ട് സ്വാമിയാർ മഠത്തിനും ഞങ്ങളുടെ പിതാവിനായ വിശ്വനാഥൻ സാറിനും മധുമുത്തച്ഛനും സോമൻ സാറിനും ഈ പ്രഭാഷണ പരമ്പരയിൽ ഇത്രയും കുട്ടികളെ പങ്കെടുപ്പിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന ഞങ്ങളുടെ ഗുരുനാഥനായ പരമേശ്വരൻ സാറിനും, അതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മഹേഷ് ചേട്ടനും നിത്യശേഷിക്കും വിനോദ് ചേട്ടനും സ്വാമിയാർ മഠത്തിലെ എല്ലാ അംഗങ്ങൾക്കും മാതാപിതാക്കൾക്കും ഞങ്ങളുടെ പ്രഭാഷണം കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച സജ്ജനങ്ങൾക്കും ഞങ്ങളുടെ
ഇത്രയാണ് പറഞ്ഞ നന്ദി നമസ്കാരം. ശ്രീരാമകൃഷ്ണ സ്വാമിയുടെയും മഹാസ്വാമിയുടെയും പറയുന്നത് ശാസ്ത്രം